നമസ്കാരം. ഹണ്ട ന്യൂസിലേക്കാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിന് മെഡലില്ല. അപ്പീൽ തള്ളി കായിക തർക്കപരിഹാര കോടതി. വെള്ളി മെഡൽ അനുവദിക്കണമെന്നായിരുന്നു വിനേഷിന്റെ ആവശ്യം. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ പുരോഗതി. അർജുൻ ഓടിച്ച ലോറിയിലെ കയർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തും. മറ്റന്നാൾ തിരച്ചിൽ പുനരാരംഭിക്കും. 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. നാളെ രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. ഡൽഹിയിലും ജമ്മുകശ്മീരിലും ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായത്തിനായി 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഓരോ മേഖലയിലും സംഭവിച്ച നഷ്ടത്തിന്റെ കൃത്യമായ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. 1200 കോടിയുടെ നഷ്ടം കണക്കാക്കി പ്രാഥമിക കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി 24നോട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 6 ലക്ഷം രൂപ സർക്കാർ ധനസഹായം. അംഗവൈകല്യം വന്നവർക്ക് 75,000 രൂപ, കുറഞ്ഞ വൈകല്യമുള്ളവർക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും 50,000 രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി. കാണാതായവരുടെ ആശ്രിതർക്കും സഹായം എത്തിക്കും. വാടക വീടുകളിലേക്ക് മാറാൻ പ്രതിമാസം 6,000 രൂപ. വിലങ്ങാടിനായി പ്രത്യേക പാക്കേജ്. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിലെ തിരച്ചിൽ വെള്ളിയാഴ്ച വരെ തുടരുമെന്ന് മുഖ്യമന്ത്രി. ഇനിയും കണ്ടെത്താനുള്ളത് 118 പേരെ. ഇന്നലെ മലവെള്ളപ്പാച്ചിലിൽ തകർന്ന ചൂരൽമലയിലെ താൽക്കാലിക പാലം പൊളിച്ചുമാറ്റി. ഉരുൾപൊട്ടൽ തകർത്ത കോഴിക്കോട് വിലങ്ങാട് 300 കോടിയുടെ നാശനഷ്ടമെന്ന റിപ്പോർട്ട്. 14 വീടുകൾ പൂർണ്ണമായി തകർന്നു. 112 വീടുകൾ വാസയോഗ്യമല്ല. 162 ഹെക്ടർ കൃഷി നശിച്ചതായും വാണിവേൽ പഞ്ചായത്തിന്റെ റിപ്പോർട്ട്. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വടകരയിലെ വിവാദ കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത കെ ലതികയുടെ നടപടി തെറ്റായിപ്പോയെന്ന് കെ ശൈലജ. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. CPIM നടപടി ഭീകരപ്രവർത്തനത്തിന് സമാനമെന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ CPIM ഏതറ്റം വരെയും പോകുമെന്ന് ബോധ്യപ്പെട്ടതായി ഷാഫി പറമ്പിൽ MP. കോട്ടയം നഗരസഭയിലെ 3 കോടി രൂപയുടെ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച്. ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നഗരസഭയിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ തേടി. പ്രതി അഖിൽ സി വർഗീസ് ഇപ്പോഴും ഒളിവിൽ. പെൻഷൻ തട്ടിപ്പ് വിഷയത്തിൽ അവിശ്വാസ പ്രമേയവുമായി LDF. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി രേഖകൾ. അഗോറ എന്ന ഇന്ത്യൻ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ സെബി ചെയർപേഴ്സൺ മാധബി പുരിബുച്ചിന് 99% ഓഹരികളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്ത്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യമില്ല. കെജ്രിവാളിന്റെ ഹർജിയിൽ CBIക്ക് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ഈ മാസം 23 വരെ കെജ്രിവാൾ ജയിലിൽ തുടരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നു. ഇന്നത്തെ ജലനിരപ്പ് 129.65 അടി. റൂൾ കർവ് പരിധിയേക്കാൾ 10 അടിയോളം ജലനിരപ്പ് കുറവാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് PC ജോർജ്. ജമ്മു കശ്മീരിൽ സൈന്യവും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ഒരു സൈനികന് വീരമൃത്യു. ക്യാപ്റ്റൻ ദീപക് സിംഗ് ആണ് വീരമൃത്യു വരിച്ചത്. ഒരു ഭീകരനെ വധിച്ചതായി സൈന്യം. കശ്മീരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഡൽഹിയിൽ പ്രത്യേക യോഗം. തൃശൂർ കരിവന്നൂർ മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. പട്ടാമ്പിയിലെ ഒളിത്താവളത്തിൽ നിന്നാണ് മുഖ്യപ്രതികളായ ഇവരെ പിടികൂടിയത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനയെ തുരത്താത്തതിൽ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. നല്ലതണ്ണി എസ്റ്റേറ്റ് ലയങ്ങൾക്കടുത്തായിട്ടാണ് കാട്ടുപോത്തിറങ്ങിയത്. വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കോഴിക്കോട് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ P. ഗോപാലും ഭാര്യയും ഹൈക്കോടതിയിൽ ഹാജരായി. പരാതിയില്ല എന്ന് പെൺകുട്ടി ഹൈക്കോടതി അറിയിച്ചു. രാഹുൽ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നും ജർമ്മനിലേക്ക് കടന്നു എന്നും പ്രോസിക്യൂഷൻ വാദം. ഇരുവരെയും കൌൺസിലിംഗിന് വിട്ട് ഹൈക്കോടതി. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ വിമർശനങ്ങളോട് പ്രതികരിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാൻ വൈകിയിട്ടില്ല. 12 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടി. പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും മമതാ ബാനർജി.
സംസ്ഥാനത്ത് IPS തലപ്പത്ത് മാറ്റം. വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. കോഴിക്കോട് കമ്മീഷണർ രാജ്പാൽ മീണയെ കണ്ണൂർ റേഞ്ച് DAG-ആയും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോണിനെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായും നിയമിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിനായുള്ള വിവരശേഖരണം നടത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ബന്ധപ്പെട്ട വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ജനരോഷം ഒഴിവാക്കിയാകും ഇക്കുറി തൃശൂർ പൂരം നടത്തുകയെന്നും സുരേഷ് ഗോപി. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്ത് വിദേശത്ത് നിന്ന് വന്നയാളെ തട്ടിക്കൊണ്ടുപോയി. ഓട്ടോയിൽ സഞ്ചരിച്ച ഇയാളെ തട്ടിക്കൊണ്ടുപോയത് കാറിലെത്തിയ 3-അംഗ സംഘം. കാറുകളിലെത്തിയ സംഘം തന്നെയും യാത്രക്കാരനെ മർദ്ദിച്ചെന്ന് ഓട്ടോ ഡ്രൈവർ വൈശാഖ്. വിനേഷ് ഫോഗട്ടിനെ ഗുസ്തി താരങ്ങളുടെ സമരത്തെയും കുറ്റപ്പെടുത്തി ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ സഞ്ജയ് സിംഗ്. 16 മാസം നീണ്ട സമരം വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. 50 കിലോ വിഭാഗത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം വിനേഷ് ഫോഗട്ടിന്റെ മാത്രമായിരുന്നു. ഭാരം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം താരത്തിന്റേതെന്നും സഞ്ജയ് സിംഗ്. പാരീസ് ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തോടെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഹോക്കി താരം PR ശ്രീജേഷ് കോച്ചാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് ഷൂട്ടിംഗ് താരം മനു ഭാക്കർ. ഏറ്റവും ശാന്തനായ കോച്ചാകും ശ്രീജേഷ് എന്ന് മനു ഭാക്കർ. പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്തു എന്ന ചോദ്യത്തിന് ഈ സമയവും കടന്നുപോകുമെന്ന് PR ശ്രീജേഷിന്റെ മറുപടി. കേരളത്തിൽ നിന്നുള്ള 9 പേർക്ക് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ. ADGP H വെങ്കടേഷിന് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചു. ജമ്മു കശ്മീരിൽ ഭീകരരുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച കേണൽ മൻപ്രീത് സിംഗ് ഉൾപ്പെടെ 4 സൈനികർക്ക് കീർത്തിചക്ര. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. 2 പേർക്ക് പരിക്കേറ്റു. 6 പേർ പോയ വള്ളമാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളം പൂർണ്ണമായി തകർന്നു. മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. KSRTCയിലെ 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണമെന്ന് ഹൈക്കോടതി. അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും നേരിട്ട് ഹാജരാകണം. കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി. സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് ആശ്വാസം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ വേതന വിതരണത്തിനായി 33.63 കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചു. EP ജയരാജൻ വധശ്രമ കേസിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ കുറ്റമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ ഗൂഢാലോചന കുറ്റമാണ് K സുധാകരനെതിരെ ചുമത്തിയിരുന്നത്. K സുധാകരനെതിരെ തെളിവില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിന് തിരിച്ചടി. കേസുകൾ പരിഗണിക്കുന്നത് തമിഴ്നാടിന് പുറത്തായിരിക്കുമെന്ന് സുപ്രീം കോടതി തീരുമാനം. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റേത്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തെ അതിജീവിച്ച വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന സൗകര്യം ഏർപ്പെടുത്താനൊരുങ്ങി MG സർവകലാശാല. തീരുമാനം ഇന്നലെ ചേർന്ന പുതിയ സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിൽ. സർവകലാശാലയിലും അഫിലിയേറ്റഡ് കോളേജുകളിലും പഠിക്കാൻ അവസരം ഏർപ്പെടുത്തും. കോട്ടയം ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. പാലായിലും കോട്ടയത്തും നടത്തിയ പരിശോധനയിൽ 17 ബസ്സുകൾക്കെതിരെ നടപടി. വേഗപ്പൂട്ട് വിച്ഛേദിച്ച നിലയിൽ കണ്ടെത്തിയ ബസ്സുകളുടെ സർവീസ് തടഞ്ഞു. തിരുവനന്തപുരം വിളവൂർക്കൽ വില്ലേജ് ഓഫീസിന്റെ ഫ്യൂസ് ഊരി KSEB. 32,000 രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നാരോപിച്ചാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കെത്തിയവർ ഇതോടെ തിരികെ പോകേണ്ടി വന്നു. കോഴിക്കോട് പുതുപ്പാടിയിലും താമരശ്ശേരിയിലും MDMA വേട്ട. പുതുപ്പാടിയിൽ 20 ഗ്രാമിലേറെ MDMAയുമായി അടിവാരം സ്വദേശി സലാഹുദ്ദീൻ പിടിയിൽ. താമരശ്ശേരിയിൽ തർഹീബ്, ഷജീർ എന്നിവർ പിടിയിൽ. കോഴിക്കോട് കൊടിയത്തൂരിൽ അക്ഷയ സെന്റർ ജീവനക്കാരനെതിരെയുള്ള സദാചാര ഗുണ്ട ആക്രമണത്തിലെ 1-ാം പ്രതി പിടിയിൽ. മുഖ്യപ്രതി റഫീഖ് പിടിയിലായത് വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ മുക്കം പോലീസ് അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു. പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തെന്ന് പോലീസുകാരനെതിരെ കേസ്. അരൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ബഷീറിനെതിരെയാണ് കേസ്. നിലവിൽ സസ്പെൻഷനിലാണ്. അൽകാസർ വാച്ചസ് ഡിക്യൂസ് ഓഫ് മിസ് സൗത്ത് ഇന്ത്യ 2024 കിരീടം കേരളത്തിന്റെ സിന്ത പടമാടൻ കരസ്ഥമാക്കി. കേരളത്തിൽ നിന്നുള്ള ഹർഷ ഹരിദാസ് ഫസ്റ്റ് റണ്ണറപ്പും തമിഴ്നാടിന്റെ അനു സിംഗ് സെക്കൻഡ് റണ്ണറപ്പുമായി. പറക്കാട്ട് ജുവൽസിലെ പ്രീതി പറക്കാട്ട് രൂപകൽപ്പന ചെയ്ത 1 ഗ്രാം സ്വർണ്ണത്തിൽ പൊതിഞ്ഞ സുവർണ്ണ കിരീടങ്ങളാണ് വിജയികൾക്ക് സമ്മാനിച്ചത്. തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ 829-ാം ജന്മദിനാഘോഷത്തിൽ ശ്രദ്ധേയമായി ജന്മദിന കേക്ക്. 829 കിലോ തൂക്കവും 101 അടി നീളവുമുള്ള കേക്ക് നിർമ്മിച്ചത് ചാലക്കുടി ഓറഞ്ച് ബേക്കറിയുടെ നേതൃത്വത്തിലാണ്.
വൈക്കം മുളക്കുളം വെള്ളൂർ ചന്തപ്പാലം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കടകൾ അടച്ച് പ്രതിഷേധിച്ച് വെള്ളൂരിലെയും മിഠായിക്കുന്നത്തെയും വ്യാപാരികൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. കരാറുകാരന്റെ അനാസ്ഥയെ തുടർന്ന് 2 വർഷം കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ അരൂരിൽ കുഴിയിൽ വീണ തടിലോറി മറിഞ്ഞു. അരൂർ തുറവൂർ പാതയിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടായി. കഴിഞ്ഞയാഴ്ച ഇതേ കുഴിയിൽ സൂപ്പർഫാസ്റ്റ് ബസ്സും വീണിരുന്നു. KSRTC ചീഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ യൂണിറ്റുകളിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരും. 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ നൽകുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജനറൽ ആശുപത്രി, ബ്ലഡ് ബാങ്ക്, നന്മ ഫൗണ്ടേഷൻ, മനക്കിൽ ഫ്രണ്ട്സ് എന്നിവരുടെ സഹകരണത്തോടെ 4ാമത്തെ സന്നദ്ധ രക്തദാന ക്യാമ്പ് നാളെ നടക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ തൃപ്പൂണിത്തുറ തെക്കും ഭാഗം സേവാ സംഘ ഹാളിൽ വെച്ചായിരിക്കും നടക്കുക. കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ അധ്യയന വർഷം മികച്ച അക്കാദമിക് പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ മുൻ ജസ്റ്റിസ് B. കമാൽ പാഷ മുഖ്യാതിഥിയായി. സ്കൂൾ ഡയറക്ടർ ഫാദർ വർഗീസ് പുതുശ്ശേരി CMI അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സജീവ് വർഗീസ് സ്വാഗതം പറഞ്ഞു. ചിങ്ങം 1 ആഘോഷങ്ങൾ ഒഴിവാക്കി കർഷക ദിനം ആചരിക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. വിത മുതൽ വിള വരെയുള്ള വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കതിർ ആപ്പ് ചിങ്ങം 1 ലോഞ്ച് ചെയ്യും. ആപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കും. വയനാടിനായി കൈകോർത്ത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മഞ്ചേരിയിൽ ചാരിറ്റി മത്സരം കളിക്കും. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും സൂപ്പർ ലീഗ് കേരള 11 ഏറ്റുമുട്ടും. മത്സരം ഈ മാസം 30 മഞ്ചേരിയിൽ. കോഴിക്കോട് മുക്കത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ഗോതമ്പ് റോഡ് സ്വദേശി ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിനാണ് തീപിടിച്ചത്. മുക്കത്തെ അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. ന്യൂസിലേക്ക് തിരികെ പ്രധാന അറിയിപ്പുകൾ. തൃശൂർ മറത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉറുദു അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 16-നാണ്. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം വെള്ളിയാഴ്ച നടക്കും. തൃശൂർ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 29-നാണ്. മലപ്പുറം മുണ്ടേരി GHSൽ UP വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 16-ന്. ദേശീയ വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിൽ ദേശീയ തലസ്ഥാനം. ഡൽഹിയുടെ പ്രധാന പാതകളിൽ ബാരിക്കേഡുകളും താൽക്കാലിക നിരീക്ഷണ പോസ്റ്റുകളും സ്ഥാപിച്ചു. ചെങ്കോട്ടയ്ക്ക് സമീപം സുരക്ഷ ശക്തമാക്കി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 7 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ്. രാജസ്ഥാനിൽ ഓറഞ്ച് അലർട്ട്. മഴക്കെടുതി വിലയിരുത്തി മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. സംസ്ഥാനങ്ങൾക്ക് ധാതുക്കളുടെ മേൽ നികുതി ചുമത്താമെന്ന ഉത്തരവിൽ വ്യക്തത വരുത്തി സുപ്രീംകോടതി. 2005 ഏപ്രിൽ വരെ മുൻകാല പ്രാബല്യത്തോടെ നികുതി ചുമത്താം. മുൻ ഉത്തരവിൽ വ്യക്തത വരുത്തി 9-അംഗ ഭരണഘടനാ ബെഞ്ച്. മുംബൈയിൽ നഗരത്തിലെ അപകടകരമായ സ്റ്റണ്ടുകളിൽ ഒഴിവാക്കണം നിർദ്ദേശവുമായി മുംബൈ പോലീസ്. അപകടകരമായ സ്റ്റണ്ട് നടത്തിയതിൽ ഒരാൾ അറസ്റ്റിൽ. പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നിർദ്ദേശം പങ്കുവച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. യാത്രക്കാർക്ക് ബദൽ സൗകര്യം. യാത്ര റദ്ദാക്കുന്നവർക്ക് മുഴുവൻ പണവും തിരികെ നൽകുമെന്ന് എയർ ഇന്ത്യ. ത്രിപുരയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടം. 97% സീറ്റുകളിലും BJP വിജയിച്ചു. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 71% സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കും. തെലങ്കാനയിൽ നിന്നാണ് ജനവിധി തേടുക. രാജ്യാന്തര വാർത്തകൾ. രാജ്യത്തെ പ്രക്ഷോഭങ്ങളിലും അക്രമ സംഭവങ്ങളിലും ഉൾപ്പെട്ട കൊലപാതകൾക്ക് തക്ക ശിക്ഷ നൽകണമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ഹസീനയുടെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് മകൻ സജീവ് വസീദ്. ബംഗ്ലാദേശിൽ സംഘർഷങ്ങളിൽ പോലീസുകാരിൽ നിന്ന് കൊള്ളയടിച്ചതടക്കമുള്ള എല്ലാ തോക്കുകളും അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. ഈ മാസം 19-നകം നൽകണമെന്ന് ആഭ്യന്തരകാര്യ ഉപദേഷ്ടാവ്. റഷ്യ സമാധാനത്തിന് സമ്മതിച്ചാൽ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് യുക്രൈൻ. കുർസ്ക് മേഖലയിൽ പ്രവേശിച്ച് യുക്രൈൻ സൈന്യം. 1000 ചതുരശ്ര കിലോമീറ്റർ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലെന്ന യുക്രൈൻ. റഷ്യയുടെ 74 കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തെന്ന യുക്രൈൻ. തീവ്ര വലതുപക്ഷ ഇസ്രായേൽ മന്ത്രി അൽ അക്സ പള്ളിയിൽ ജൂതർക്കൊപ്പം പ്രാർത്ഥന നടത്തിയതിൽ ആഗോള രോഷം. പള്ളി സന്ദർശിക്കാമെങ്കിലും പ്രാർത്ഥിക്കാനോ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാനോ അനുവാദമില്ല. വടക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണം. 16 പലസ്തീനികൾ കൊല്ലപ്പെട്ടു.
ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ താമസിക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ തുടർന്നാണെന്ന് ഇറാൻ. ഇസ്രയേലിനുള്ള $20 ബില്യൺ ആയുധ പാക്കേജിന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ലഭിച്ചുവെന്ന് പെന്റഗൺ. വിരമിക്കൽ പ്രഖ്യാപിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ സെപ്റ്റംബറിൽ വിരമിക്കുമെന്നും വീണ്ടും മത്സരിക്കില്ലെന്നും ജപ്പാൻ പ്രധാനമന്ത്രി. തീരുമാനം അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. സൈനിക രഹസ്യങ്ങൾ ചൈനയ്ക്ക് വിൽക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ US സൈനികൻ കുറ്റസമ്മതം നടത്തിയതായി നീതിന്യായ വകുപ്പ്. തന്ത്രപ്രധാനമായ സുരക്ഷാ രേഖകൾക്ക് പകരമായി $42,000 നൽകി എന്നാണ് കേസ്. അറബ് നാടുകളിൽ കനത്ത ചൂട് അവസാനിക്കുന്നതിന്റെ അടയാളമായി വിലയിരുത്തപ്പെടുന്ന സുഹേൽ നക്ഷത്രം 2 ആഴ്ചക്കകം ആകാശത്ത് ദൃശ്യമായേക്കും. ഈ മാസം 24-ന് പ്രത്യക്ഷപ്പെടുമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമിക്കൽ സൊസൈറ്റി. നക്ഷത്രത്തിന്റെ ഉദയത്തിന് 100 ദിവസങ്ങൾക്ക് ശേഷം ശൈത്യകാലം ആരംഭിക്കും. വാർത്താ അവതരണത്തിനിടെ അവതാരകന് പാനിക് അറ്റാക്ക്. ബ്രേക്ക് എടുക്കുന്നുവെന്ന് ABC ന്യൂസ് ബ്രോഡ്കാസ്റ്റ് റിപ്പോർട്ടറായ നെറ്റ് ബ്രെയിൻ. സംഭവം ക്വീൻസ്ലാൻഡിലെ കാലാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയും സിറ്റി ഓഫ് പെർത്തും ചേർന്നാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യദിന പരേഡും കലാപരിപാടികളും നടന്നു. 1100 ഇന്ത്യക്കാർ പങ്കെടുത്തു. ന്യൂസിലേക്ക് തിരികെ ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 80 രൂപ കുറഞ്ഞ് 52,440 രൂപയായി. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 6,555 രൂപയാണ് ഇന്നത്തെ വില. വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. ഡൽഹിയിൽ ഈ മാസം 31-നാണ് ഫോറം. അതിവേഗം ചാർജ് ചെയ്യാവുന്ന EV ബാറ്ററി പുറത്തിറക്കി ചൈനീസ് കാർ കമ്പനി സീക്കർ. 10 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാനാകുമെന്ന അവകാശവാദം. സീക്കറിന്റെ സെഡാൻ മോഡൽ അടുത്തയാഴ്ച വിപണിയിലെത്തും. ജൂലൈ മാസത്തിൽ രാജ്യത്തെ പാസഞ്ചർ കാറുകളുടെ വിൽപ്പനയിൽ കുറവുണ്ടായെന്ന് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ്. 2.5% ഇടിവാണ് ഉണ്ടായത്. മുച്ചക്ര വാഹന വിൽപ്പനയിൽ 5.1% വർധന. ഇറ്റാനഗറിൽ നഗര ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനൊരുങ്ങി അരുണാചൽ സർക്കാർ. പുതിയ റോപ്പ് വേ സംവിധാനം, ഇലക്ട്രിക് ബസ്സുകൾ ഉടൻ. പദ്ധതി അന്തിമഘട്ടത്തിലേക്കെന്ന് ഇറ്റാനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ. കായിക വാർത്തകൾ. വിനേഷ് ഫോഗട്ടിനെയും ഗുസ്തി താരങ്ങളുടെ സമരത്തെയും കുറ്റപ്പെടുത്തി ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ സഞ്ജയ് സിംഗ്. ഗുസ്തി താരങ്ങളുടെ സമരം ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചെന്നും മത്സരത്തിനായി ഭാരപരിധിയിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം വിനേഷ് ഫോഗട്ടിന് തന്നെയായിരുന്നുവെന്നും വിമർശനം. ലീഗ്സ് കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്റർ മയാമി പ്രീ ക്വാർട്ടറിൽ തോറ്റുപുറത്ത്. കൊളംബസ് ക്രൂവിനോട് 2-3 ഗോളിനാണ് തോൽവി. അത്ലറ്റിക്കോ മാഡ്രിഡിനൊപ്പം പരിശീലനം തുടങ്ങിയ അർജന്റീൻ താരം ഹൂലിയൻ അൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് 5 വർഷത്തെ കരാറിലാണ് അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ ചേർന്നത്. വണ്ടർ ക്യാച്ചുമായി ന്യൂസിലൻഡ് താരം മിച്ചൽ സാറ്റ്നർ 100 ടൂർണമെന്റിലാണ് നോർത്തേൺ സൂപ്പർ ചാർജേഴ്സ് താരമായ സാറ്റ്നറുടെ തകർപ്പൻ ക്യാച്ച്. അടുത്ത IPL താരലേലത്തിന് പേര് നൽകുമെന്ന് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത്. മേജർ ലീഗ് ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് സ്മിത്തിന്റെ പ്രഖ്യാപനം. മലയാളി ഗോൾ കീപ്പർ പ്രിയ ശ്രീജേഷിന് ഹോക്കി ഇന്ത്യയുടെ ആദരം. ശ്രീജേഷിന്റെ ഐതിഹാസിക കരിയറിനുള്ള ആദരവായി താരത്തിന്റെ 16-ാം നമ്പർ ജേഴ്സി പിൻവലിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് താരം മോർനെ മോർക്കൽ ഇന്ത്യയുടെ ബൌളിംഗ് പരിശീലകനാകും. പ്രധാന പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ആവശ്യപ്രകാരമാണ് നിയമനം. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷെബി ചൌഗട്ട് സംവിധാനം ചെയ്യുന്ന ഗ്യാങ്സോ സുകുമാരക്കുറിപ്പിന്റെ ടീസർ പുറത്ത്. ഷാജി കൈലാസ് ആനി ദമ്പതികളുടെ മകൻ ഋഷിനാണ് നായകൻ. PS വിനോദിരാജ് സംവിധാനം നിർവഹിക്കുന്ന കുട്ടുകാളി ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. അന്ന, ബെന്നി, സൂരി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദീപു കരുണാകരൻ സംവിധാനം നിർവഹിക്കുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി. ഇന്ദ്രജിത്ത് സുകുമാരൻ, അനശ്വരരാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ. ശിവകാർത്തികേയനെ നായകനാക്കി രാജ്കുമാർ പ്രിയസ്വാമി സംവിധാനം നിർവഹിക്കുന്ന അമരൻ ചിത്രത്തിലെ മേക്കിംഗ് വീഡിയോ പുറത്ത്. ചിത്രത്തിന്റെ റിലീസ് ഒക്ടോബർ 31-നാണ്. വൈറൽ ട്രെൻഡ്സ്. തകർപ്പൻ ഡാൻസുമായി അധ്യാപികയും പിള്ളേരും വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ട്രെയിൻ യാത്രയിലെ രസകരമായ വീഡിയോയുമായി യുവാക്കൾ. വീഡിയോ ഏറ്റെടുത്ത് നെറ്റിസൺസ്. ഫാക്ട് ചെക്ക്. ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ബുദ്ധമത പ്രതിമകൾ തകർത്തുവെന്ന് വ്യാജ പ്രചാരണം. 2012-ൽ കോക്സ് ബസാറിലുണ്ടായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ.
സംസ്ഥാനത്ത് നാളെ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല. സ്വാതന്ത്ര്യദിനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് നാളെ ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലകൾ അടച്ചിടുന്നത്. പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് നാളെ മുതൽ തൂത്തുക്കുടിയിലേക്കുള്ള സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നാളെ വൈകിട്ട് 3:45 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. വെഞ്ഞാറമൂട് ദീപാനഗർ റെസിഡൻസ് അസോസിയേഷന്റെയും അൽഹിബ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നാളെ നടക്കും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ദീപാനഗർ ജംഗ്ഷനിൽ നടക്കലാണ് ക്യാമ്പ്. ആലപ്പുഴയിൽ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന പുരസ്കാര വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 10-ന് ആലപ്പുഴ സെന്റ് ജോസഫ് GHSS ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. തൃശൂർ കുറ്റിപ്പുറം റോഡിലെ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ നാളെ ഗതാഗത നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഫുമിയോ കിഷിദ അടുത്ത മാസം ജപ്പാന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയും. വരുന്ന മാസം നടക്കുന്ന പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ മത്സരിക്കില്ലെന്ന് കിഷിദ. മ്യാൻമറിൽ 7 ലക്ഷം ഉത്തേജക ഗുളികകൾ പിടികൂടി, 4 പേർ പിടി. ദക്ഷിണ കൊറിയയിൽ ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടെ എണ്ണം 21. രാജ്യത്തുടനീളം ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കുത്തനെ ഉയരുന്നതായി ആഭ്യന്തര മന്ത്രാലയം. ന്യൂസ് പൂർത്തിയാകുന്നു.